അപ്പൊ ഇത് മറികടക്കാൻ വെറുമൊരു ഉപരിപ്ലവമായ മാറ്റങ്ങൾ പോരാ എന്ന് വ്യക്തം. പോരാ. എന്തൊക്കെ പരിഹാരങ്ങളാണ് റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്? ഇവിടെയായിരിക്കും കുറച്ചുകൂടി പോസിറ്റീവായ കാര്യങ്ങൾ വരുന്നത്, അല്ലേ? അതെ. റിപ്പോർട്ട് പ്രധാനമായും ഊന്നിപ്പറയുന്നത് ജീവനക്കാരെ അംഗീകരിക്കുന്നൊരു കൾച്ചർ, ഒരു സംസ്കാരം വളർത്തിയെടുക്കണമെന്നാണ്. അംഗീകാരം. അതെ. ഇത് എപ്പോഴും വലിയ ബോണസോ പ്രൊമോഷനോ ആകണമെന്നില്ല. ഓ. ചിലപ്പോ ഒരു നല്ല വാക്ക്, അല്ലെങ്കിൽ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിനന്ദനക്കുറിപ്പ്, ടീം മീറ്റിംഗിൽ ഒരാൾ ചെയ്ത നല്ലൊരു കാര്യത്തെപ്പറ്റി ഒന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റും. ശരിയാണ്, ആ ഒരു റെക്കഗ്നിഷൻ. അതെ. പക്ഷേ ഇത് മാത്രം പോരല്ലോ. അതെ, ഈ ചെറിയ അംഗീകാരങ്ങൾ കൊണ്ട് മാത്രം എല്ലാം ശരിയാവില്ല. കുറച്ചുകൂടി ഘടനാപരമായ മാറ്റങ്ങൾ വേണ്ടിവരില്ലേ? തീർച്ചയായും. അംഗീകാരം ഒരു വശം മാത്രം. അതോടൊപ്പം തന്നെ ജോലിസ്ഥലത്തെ സ്ട്രെസ് കുറയ്ക്കാനുള്ള വഴികളും വേണം. അതെങ്ങനെ? ഇപ്പോ മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷൻ സെഷനുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാം. അല്ലെങ്കിൽ ഓഫീസിൽ തന്നെ കുറച്ച് ശാന്തമായിട്ടിരിക്കാൻ പറ്റുന്നൊരു സ്ഥലം, ഒരു ക്വയറ്റ് സോൺ പോലെ. അതൊരു നല്ല ഐഡിയ ആണ്. ഇതിന്റെ എല്ലാം ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് മാനസികാരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു തൊഴിൽ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ശരി. ഇതിനപ്പുറം ലീഡർഷിപ്പിലും കാര്യമായ മാറ്റം വരണം. മാനേജർമാരുടെ റോളില്. അതെ. വൈകാരിക ബുദ്ധി, അതായത് ഇമോഷണൽ ഇന്റലിജൻസ്, അതായത് സ്വന്തം വികാരങ്ങളും മറ്റുള്ളവരുടെ വികാരങ്ങളുമൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് പെരുമാറാനുള്ള കഴിവ്, അതുപോലെ നല്ല ആശയവിനിമയ ശേഷി, ഇതൊക്കെയുള്ള മാനേജർമാർ വേണം. അവര് വെറും ടാസ്ക് കൊടുക്കുന്ന ആളുകളാവാതെ. അതെ. ടാസ്ക് മാനേജർമാർ എന്നതിലുപരി ജീവനക്കാരുടെ വളർച്ചയിൽ സഹായിക്കുന്ന ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു കോച്ച്, ആ ഒരു റോളിലേക്ക് മാറണം.